എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പാസീവ് ഇൻകത്തെക്കുറിച്ചാണ്. എന്താണ് പാസീവ് ഇൻകം? എന്തുകൊണ്ടാണ് പാസീവ് ഇൻകം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്? ഇനി എന്താണ് ഫിസിക്കൽ പാസീവ് ഇൻകവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ പാസീവ് ഇൻകം തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഡിജിറ്റൽ മേഖലയിൽ നിന്നും ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആരൊക്കെയാണ് ഗ്ലോബലിൽ വരുമാനം സമ്പാദിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എന്താണ് പാസീവ് ഇൻകം? എന്താ പാസീവ് ഇൻകം? അതായത് നമ്മുടെ സാന്നിധ്യമില്ലാതെ നമ്മുടെ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് പാസീവ് ഇൻകം. അതായത് പാസീവായി ഇരിക്കുമ്പോൾ, നമ്മളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻകം വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇൻകമാണത്. ശരിയല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് പാസീവ് ഇൻകം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര വൈ പാസീവ് ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ്? ഒരു 8 കാരണങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പാസീവ് ഇൻകത്തിൻ്റെ പ്രത്യേകത ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും നമുക്ക്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി? കാരണം നമ്മൾ ആക്റ്റീവ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻകം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമുക്ക് 20,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് അഡീഷണലായിട്ടൊരു 5,000 രൂപ പാസീവ് ഇൻകം കിട്ടുമ്പോൾ ആ 5,000 രൂപ അദ്ദേഹത്തിന് സേവിങ്സാണ്. സോ അദ്ദേഹത്തിന് ഫിനാൻസിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും. എല്ലാ മാസവും 5,000 രൂപ അദ്ദേഹത്തിന് പാസീവായിട്ട് വരുമ്പോൾ അതൊരു സ്റ്റേബിൾ ഇൻകം അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് വൺ, ഈസി ടു അച്ചീവ് ഗോൾസ്. ഫോർ എക്സാമ്പിൾ, 25,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് അഡീഷണലായിട്ട് 25,000 രൂപ പാസീവ് ഇൻകം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റ് എന്താണ്? 50,000 രൂപ അദ്ദേഹത്തിന് മന്ത്ലി ഏണിങ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം 25,000 രൂപയ്ക്കകത്ത് നിൽക്കുമെങ്കിൽ ഈ അഡീഷണൽ സമ്പാദ്യം കൊണ്ട്, അഡീഷണൽ വരുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരാൾക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പാഷൻ, അല്ലെങ്കിൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ വ്യക്തിക്ക് പാഷനായിട്ടുള്ള ഏരിയ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നു, അല്ലേ? എന്നാൽ പാസീവ് ഇൻകം അദ്ദേഹത്തിന് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അഡീഷണൽ ഇൻകം വരുന്നുണ്ട്. ഈസി ടു അച്ചീവ് യുവർ ഗോൾസ്. നെക്സ്റ്റ് വൺ, മോർ ഫ്രീഡം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആരാളുള്ളത്, അല്ലേ? എന്ത് പ്രശ്നം വേണമെങ്കിലും ആളുകൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു മനുഷ്യർ പോലും അംഗീകരിച്ചു കൊടുക്കാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും ആഗ്രഹം എന്താ? സ്വാതന്ത്ര്യമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളത്, അവനവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ ഇൻഡിപെൻഡൻസി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ ഇൻഡിപെൻഡൻസി. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് സൂം ചെയ്യാം. കാണാൻ പറ്റുന്നുള്ളൂ. ലൊക്കേഷൻ ഇൻഡിപെൻഡൻസി, ഫോർത്ത് വൺ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും. എന്നാൽ എല്ലാവരും എത്താറില്ല, ശരിയല്ലേ? അല്ലെ മറ്റുള്ളവരുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവനവൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കായിരിക്കും, കടയുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ജോലി ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും ലീവ് കിട്ടാത്തൊരു സാഹചര്യം. നമ്മൾ പറയും, അയ്യോ അതാ എനിക്ക് വരാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല, ഞാൻ പിന്നെ വന്നോളാം, പിന്നെ ഞാൻ വിളിച്ചോളാം, പിന്നെ ഞാൻ നിന്നെ ഒന്ന് കണ്ടോളാം, അല്ലേ? പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഏരിയ വിട്ട്, അല്ലെങ്കിൽ ഓഫീസ് വിട്ടിട്ട് അദ്ദേഹത്തിന് ഇറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. എല്ലാവർക്കും ഉള്ള ഒരു പൊതുവെ ഉള്ളൊരു പ്രശ്നമാണിത്, ശരിയല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ശരിയാണ്. സോ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ഏർലി റിട്ടയർമെൻറ്റ്. ഇപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആക്റ്റീവ് റെസ്പോൺസിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അതേ ശ്രമിക്കുക, ആ ഒരു ഇമാജിൻ ചെയ്ത് നോക്കി ആ ഒരു അവസ്ഥ എത്രമാത്രം സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. റിട്ടയർമെൻറ്റ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഒരു ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് 10-25 വർഷം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? 25 വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? അതിനുശേഷം മാത്രമേ റിട്ടയർമെൻറ്റ് സാധിക്കുകയുള്ളൂ, അല്ല? അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. 60 അല്ല 65 അല്ല 55 വയസ്സിൽ റിട്ടയർ ചെയ്യണം. അത്രയും കാലം വർക്ക് ചെയ്യണം, അല്ലേ? പിന്നീട് പെൻഷൻ പോലെ ലഭിക്കുന്ന കേസുകളുണ്ട്, ലഭിക്കാത്ത കേസസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇയർലി നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് വൺ, മോർ ഫിനാൻഷ്യൽ മാർജിൻ. മോർ ഫിനാൻഷ്യൽ മാർജിൻ നിങ്ങൾക്ക് ഈ ഒരു പാസീവ് ഇൻകത്തിലൂടെ ലഭിക്കും. ഫോർ എക്സാമ്പിൾ 15,000 രൂപ ശമ്പളമുള്ളൊരു വ്യക്തി അഡീഷണൽ അദ്ദേഹത്തിന് ഒരു 5,000 രൂപ പാസീവ് ഇൻകം ലഭിക്കുന്നു. റെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻകമായിട്ടോ ബന്ധപ്പെട്ട് 5,000 രൂപ അഡീഷണൽ അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് 5,000 രൂപ ഒരു മാർജിനാണ്, അദ്ദേഹത്തിൻ്റെ മാർജിനൽ ഇൻകമാണ്. സോ മോർ ഫിനാൻഷ്യൽ മാർജിൻ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റെഡ്യൂസ്ഡ് സ്ട്രെസ്സ്. നിങ്ങളുടെ സ്ട്രെസ്സ്, ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം, അല്ലേ? കുട്ടികളുടെ ഫീസ് അടയ്ക്കണം, അല്ലെ കുട്ടികളുടെ വിവാഹം നടത്തണം, അല്ല ഇന്ന കാര്യം ചെയ്യണം. എന്ത് ചെയ്യും നമ്മൾ? വായ്പ എടുക്കേണ്ടതായിട്ട് ലോൺ എടുക്കാം, പേഴ്സണൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ചിട്ടി പിടിച്ചാൽ പണം എടുക്കാം, അല്ലെ KSE പിടിച്ചിട്ട്, അല്ലെ LICയുടെ ലോൺ, അല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ശരിയാണോ? എല്ലാ മനുഷ്യരുടെയും ഉള്ള ഒരു അവസ്ഥയാണിത്. സോ നിങ്ങൾക്ക് പാസീവ് ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല. പണത്തെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. സോ യു ഹാവ് നോ സ്ട്രെസ് ത്രൂ പാസീവ് ഇൻകം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ, അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. സന്തോഷം ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരാ ഉള്ളത്, അല്ലേ? എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ്? എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ശരിയാണോ? അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പാസീവ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഹാപ്പിനെസ് മൂഡിലായിരിക്കും നിങ്ങൾ എപ്പോഴും. ആ സന്തോഷകരമായ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പാസീവ് ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ. സോ ഞാൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, 2 ഈസി ടു അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങൾക്ക് മോർ ഫ്രീഡം കിട്ടും, ലൊക്കേഷൻ ഇൻഡിപെൻഡൻസി കിട്ടും, ഏർലി റിട്ടയർമെൻ്റ് ഉണ്ട്, ഫോർ മോർ ഫിനാൻഷ്യൽ മാർജിൻ നിങ്ങൾക്ക് ലഭിക്കും, റെഡ്യൂസ്ഡ് സ്ട്രെസ്, ലാസ്റ്റ് വൺ ഈസ് ഹാപ്പിനെസ്. ഇത്രയും ഘടകങ്ങൾ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് എന്തുകൊണ്ട് ഡിജിറ്റൽ പാസീവ് ഇൻകം? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ പാസീവ് ഇൻകം? എന്തുകൊണ്ട് ഡിജിറ്റൽ പാസീവ് ഇൻകം? എന്താണ് ഫിസിക്കൽ പാസീവ് ഇൻകം? ഇപ്പം നിങ്ങൾക്കൊരു 50 ലക്ഷം 1 കോടി രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് ലാൻഡ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെൻറ്റ്, അല്ലേ? റെൻറ്റ് അതിൽ നിന്ന് ലഭിക്കും മന്ത്ലി. ശരിയാണോ? പക്ഷേ എന്നാൽ എൻ്റയർലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിക്കും നമുക്കറിയാം, ബിൽഡിങ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടത്തുള്ളൂ. ശരിയാണോ? പക്ഷെ ഡിജിറ്റൽ ഇൻകം അങ്ങനെയല്ല. അതിനകത്ത് ഒരു ശതമാനം പോലും റിസ്ക് ഇല്ല. 1% പോലും റിസ്ക് ഇല്ല.
ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നില്ല, ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. നോ റിസ്ക് നോ ലോസ്. കൂടാതെ ഹൈ പ്രോഫിറ്റ്, വലിയൊരു മാർജിൻ, നിങ്ങൾക്ക് ലാഭം വന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ വീഡിയോ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിൽ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആമസോണിൻ്റെ എൻ്റെ അഫിലിയേറ്റ് ലിങ്കിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ അഫിലിയേറ്റ് ലിങ്ക്സ്. ഫോർ എക്സാമ്പിൾ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരാളൊരു ഈ വീഡിയോ കാണുകയാണ്. അതിലൂടെ അയാൾ ആ ലിങ്കിൽ വഴി, എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് വഴി അദ്ദേഹം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് കമ്മീഷൻ. എനിക്ക് അതിലൂടെ കമ്മീഷൻ കിട്ടും, അഫിലിയേറ്റ് ഇൻകം കിട്ടും. മനസ്സിലുണ്ടോ? അപ്പോൾ ഡിജിറ്റൽ ഇൻകത്തിൻ്റെ സാധ്യത. അതുകൂടാതെ ഇപ്പം കോഴ്സസ്, കോച്ചിങ്, കൺസൾട്ടിങ് ഇതിലൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായൊരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വലിയൊരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ബ്ലോഗ് റൈറ്റിംഗ്, യൂട്യൂബ്, പോഡ്കാസ്റ്റ്, ബ്ലോഗ് റൈറ്റിംഗ്, അഫിലിയേറ്റ് ഇൻകം, കോഴ്സസ്, കോച്ചിങ്, കൺസൾട്ടിങ്, ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും എത്രയോ ബെറ്ററാണ്, എത്രയോ 1000 മടങ്ങ് ബെറ്ററാണ് നമുക്ക് ഡിജിറ്റൽ ഇൻകം സ്ട്രീംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ. ഒരു യൂട്യൂബർ ആവുക, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോഗ് റൈറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അഫിലിയേറ്റ് ഇൻകം. പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഫിസിക്കൽ പ്രോഡക്ട്സ്, ഇപ്പോൾ ആമസോണിൻ്റെ അഫിലിയേറ്റ്സ് അല്ലെങ്കിൽ ആമസോണിൻ്റെ അഫിലിയേറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ഫിസിക്കൽ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സസ്, കോച്ചിങ്, കൺസൾട്ടിങ് ഇത് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഡിജിറ്റലി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും, പാസീവ് ഇൻകം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഡിജിറ്റൽ മാസ്റ്റേഴ്സിൻ്റെ ഉദാഹരണത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്യാം. ഫോർ ദിസ് നെക്സ്റ്റ്, ഗ്ലോബൽ ഡിജിറ്റൽ ലീഡേഴ്സ്. ആരൊക്കെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡിജിറ്റൽ ലീഡേഴ്സ്? ഒരുപാട് പേര് ഈ ഒരു സെക്ടറിലുണ്ട്. കോഴ്സസ്, ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട്, ഓൺലൈൻ കോച്ചിങ് നടത്തുന്ന ആൾക്കാരുണ്ട്, അതുപോലെ കൺസൾട്ടിങ് നടത്തുന്ന ആളുകളുണ്ട് ഓൺലൈനിൽ, ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സ്വാധീനിച്ച മേജറായിട്ടുള്ള 2, 4, 6, 7 വ്യക്തികളുടെ പേര് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന് സാം ഓവൻസ്. ഫസ്റ്റ് വൺ സാം ഓവൻസ്. അദ്ദേഹം കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. സാം ഓവൻ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അദ്ദേഹം ഇന്ന് ഏതാണ്ട് $100 മില്യൺ വരുമാനം സമ്പാദിക്കാണ്ട് സാധിച്ചു അദ്ദേഹത്തിന്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് വലിയൊരു അച്ചീവ്മെൻറ്റ്സ് എടുത്തു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഏതാണ്ട് 50-ലധികം മില്യനേഴ്സിനെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ആലോചിച്ച് നോക്കാം. consulting.com എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. consulting.com എന്ന കമ്പനിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. നെക്സ്റ്റ് വൺ പാറ്റ് ഫ്ലിൻ. ഒരു വലിയ പോഡ്കാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് സ്മാർട്ട് പാസീവ് ഇൻകം. വലിയൊരു വരുമാനത്തിന് ഉടമയാണ് അദ്ദേഹം. മന്ത്ലി എനിക്ക് തോന്നുന്നൊരു 5 കോടി ഇന്ത്യൻ മണി, ഒരു 5 കോടി രൂപയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന് മന്ത്ലി വരുമാനം ഉണ്ട്. അതുപോലെ നീൽ പട്ടേൽ ബ്ലോഗ് റൈറ്റിങ്ങിലെ എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന് അറൗണ്ട് ഏകദേശം ഒരു $1 മില്യൺ വരും അദ്ദേഹത്തിൻ്റെ ഏകദേശം മന്ത്ലി ഇൻകം. ആലോചിച്ച് നോക്കാം. വിക്സ് സ്പൈസസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിലൊരാളാണ് വിക്സ് സ്പൈസസ്. അദ്ദേഹത്തിൻ്റെ അഫിലിയേറ്റ് ഇൻകം മാത്രം ഏതാണ്ട് $1 മില്യൺ വരും. $2 മില്യൺ വരും അഫിലിയേറ്റ് ഇൻകം മാത്രം. അഫിലിയേറ്റ് ഇൻകം മാത്രം 10 കോടി രൂപയ്ക്ക് പുറത്ത് ഇന്ത്യൻ മണി. ആലോചിച്ച് നോക്കിയാൽ പാസീവ് ഇൻകം. അഫിലിയേറ്റ് മീൻസ് പാസീവ് ഇൻകം. ദെൻ സിദ്ധാർത്ഥ ദാശേവ്, മൈ മെൻറ്റർ സിദ്ധാർത്ഥ ദാശേവ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഓട്ടോ പൈലറ്റ് മോഡിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം എല്ലാം.
അദ്ദേഹം ഇപ്പം ലൈവ് വെബിനാർ ചെയ്തില്ലെങ്കിൽ പോലും, ലൈവ് സെഷൻ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏതാണ്ട് മന്ത്ലി 1 കോടി രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാണ്ട് സാധിക്കുന്നു പാസീവ് ഇൻകം ആയിട്ട്. ആലോചിച്ച് നോക്കി, ഒരു തവണ ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം 1 കോടി രൂപ ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. എന്തുകൊണ്ടാണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാനായിട്ട്? നെക്സ്റ്റ് വൺ, അവി ആര്യ. മൈക്രോ വീഡിയോ മാസ്റ്ററുടെ എക്സ്പെർട്ടാണ് അവി ആര്യ. അദ്ദേഹം ഏതാണ്ട് 30 കോടിയോളം വർഷം വിറ്റുവരെയുള്ളൊരു കമ്പനി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ രാജീവ് തൽരേജ, ഒരു വലിയൊരു ബിസിനസ് കൺസൾട്ടൻ്റാണ് അദ്ദേഹം. ഒരുപാട് വ്യക്തികളെ ട്രാൻസ്ഫോം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഏതാണ്ട് 8 ലക്ഷം വ്യക്തികളെ അദ്ദേഹം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു ഗ്ലോബലി. അപ്പോൾ ഇവരെല്ലാം ഗ്ലോബൽ ലീഡേഴ്സാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മന്ത്ലി സമ്പാദിക്കുന്ന വ്യക്തികളാണ്. അതാണ് ഡിജിറ്റൽ പാസീവ് ഇൻകത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് VIP ഗ്രൂപ്പുണ്ട്, ഞാൻ അതിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗ്ലോബൽ ഡിജിറ്റൽ ഇന്നോവേറ്റേഴ്സാണ് ഗ്രൂപ്പ് നെയിം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ ഡിജിറ്റൽ ഇന്നോവേറ്റേഴ്സ്. പാസീവ് ഇൻകം സ്ട്രീംസുകളെക്കുറിച്ചും അതിൽ കൂടുതൽ അപ്ഡേഷൻസ് വരും. എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേഷൻസ് വരും. കൂടാതെ കോഴ്സസ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. സോ ഇതൊക്കെയാണ് പാസീവ് ഇൻകത്തിൻ്റെ അഡ്വാൻറ്റേജസ്. ഞാൻ നിങ്ങളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓരോരുത്തരെയും ലോകം ഡിജിറ്റലി വളരുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പാസീവ് ഇൻകം ലഭിക്കുന്നതോടുകൂടി ലൈഫ് സെറ്റിൽഡാവും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. വെൽക്കം ടു ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, ഫാമിലി സർക്കിളിലേക്ക് ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, ഇത്രയും നേരം വാച്ച് ചെയ്ത നിങ്ങളെ എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.